അപ്പോൾ സംസ്ഥാന ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ രണ്ടാം ഗവൺമെൻറ് ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് തുടർച്ച വന്നത്. മൂന്നാമതൊരു ഗവൺമെൻറ്റും കൂടി വരുമെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. എന്നുവെച്ചാൽ അങ്ങനെ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നപ്പോൾ ഏറ്റവും വലിയ ഗുണം ഓർക്കെന്താ വന്നത്? കഴിഞ്ഞ തവണ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരേണ്ട ടാക്സിൻ്റെ നമ്മുടെ വിഹിതത്തിനകത്ത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും വലിയ കുറവ് വന്നിരുന്നു. അത് 100 രൂപ നമുക്ക് ആകെ ഇന്ത്യയിൽ താഴോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തുക 1.92 ആയി. നേരത്തെ അത് 3.82 പൈസ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് 1.92 ആയി കുറഞ്ഞപ്പോൾ നമുക്ക് വലിയ വെട്ടിക്കുറവ് വന്നു. ഈ വർഷം ഫിനാൻസ് കമ്മീഷൻ്റെ പഠനങ്ങളെല്ലാം വന്നപ്പോൾ ഞങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെട്ടു. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് സന്തോഷത്തോട് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട എക്കണോമിക് സാമ്പത്തിക വിദഗ്ധന്മാർ, നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരെല്ലാം ഇടപെട്ടു. പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും ഞങ്ങൾ ഇൻവോൾവ് ചെയ്തിരുന്നു. എന്തായാലും ധനകാര്യ കമ്മീഷൻ അവാർഡ് വന്നു. ഏപ്രിൽ 1 മുതൽ നമുക്ക് അത് 2.38 ആയിട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നതിനേക്കാളും 10,000 കോടി രൂപ അധികം ഫിനാൻസ് കമ്മീഷൻ ഇനത്തിൽ മാത്രം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് 10,000 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. ഏകദേശം കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ 27,000 കോടി കിട്ടുന്ന 37,000 കോടിയാവുക. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ബാക്കി മറ്റ് മേഖലയിലൊക്കെ വരുവാനുണ്ട്. കേരളത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാക്സ് വർധന, ഈ ഏപ്രിൽ മാസത്തെ ടാക്സ് GST വരുമാനത്തിൽ ഏറ്റവും മുന്നേ നിൽക്കുന്ന 4-5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഗ്രോത്തിൽ. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഒരു ഗവൺമെൻറ് കൂടി ഇടതുപക്ഷം വന്നാൽ ഞങ്ങളീ പറഞ്ഞ എല്ലാ കാര്യവും നടപ്പിലാക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ട് എന്നുള്ളത് വെച്ച് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ പൂച്ച വെച്ച് കിടക്കുകയാണെന്നുള്ള എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കിടക്കരുത്. അത് രേഖകൾ വെച്ചിട്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. സഭയ്ക്കകത്ത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, UDF-നോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റ് സെഷൻ ഉൾപ്പെടെ അവർ ഒഴിവാക്കുകയാണ് ചെയ്ത്. ബഡ്ജറ്റ് സെഷൻ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇല്ലാത്ത കാര്യം പറയരുത്. ഈ ഇരുട്ടുമുറിയിൽ പിന്നെ ഇത് തപ്പുന്നു എന്ന് പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യരുത്. ഉള്ള കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പഴയ ആളുകളെ മൊത്തം അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് പറയരുത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ AK ആൻ്റണിയാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.